ചക്കി പെണ്ണി മാറിക്കോ. നമ്മളെ കേശവൻ നമ്പൂരി. മോളെ പ്രായമില്ല കുട്ടീനെ വെച്ചിരിക്കുന്ന നമ്പൂരി വരുമ്പോ നമ്മളെന്തിനാ വഴിമാറുന്നേ? അങ്ങനെ അവസാനം തട്ടേ നീക്കി കിട്ടി. അട്ടിയോ? അതെന്തിന്ന്? ഓക്കെ ഞാൻ പറയാം. ഇപ്പൊ മാറിക്കോ. അട്ടിയാ? അതെന്തിന്ന്? അതോ, അത് ഞാൻ പറയാം. അത് പരദൂഷണം. പരദൂഷണം? സാവിത്രി, ഊണുകാലായോ? ആ ആവണോ? ഈശ്വര, അട്ടയാണല്ലോ. കേശവേട്ടന് ഊണ് കാലായിരിക്കണം. ഊണുകാലായോ? കേശവേട്ട, ചെറിയൊരു പ്രശ്നമുണ്ട്. ചോറിൽ അട്ട വീണു. അട്ടയോ? അബദ്ധായല്ലോ. സാരമില്ല, അത് കളഞ്ഞേക്ക്. സാവിത്രി, ഒരു കാര്യം ചെയ്യും, നീ അത് കളയണ്ട. തൊടിയിലെ പണിക്കാർക്ക് കഴിക്കാൻ കൊടുക്കാം. അത് വേണം. അത് പ്രശ്നമാക്കണ്ട. അരിക്കൊക്കെ എന്താ വില? അവറ്റകൾ കഴിച്ചോളും. അച്ഛാ, നമ്മൾ കഴിക്കാത്ത ഭക്ഷണം മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് ശരിയാണോ? മോളെ, അത് അവരറിയാനൊന്നും പോകുന്നില്ല. അവർ കഴിച്ചോളും. ആസുവേ, ചൂടിത്ര കൂടുതലാന്ന് തോന്നല്ലേ? മഴ ഉണ്ടാവോ? വയ്യട്ടെ ചോട്ടാ, നന്നായിട്ട് വയ്യട്ടെ, ഒന്ന് കുളിർക്കട്ടെ. അച്ഛന് പറ്റി. വാസേ, ഇങ്ങോട്ട് വായോ. കേശവ, നീ ഇന്ന് വലിയൊരു പാവം ചെയ്തു. എന്താണാവോ? നീ കഴിക്കാത്തൊരു ഭക്ഷണം നീ നിന്റെ പണിക്കാർക്ക് നൽകി. വലിയൊരു അപരാധം ചെയ്തു. എന്താ അപരാധം? അട്ട വീണ ആഹാരം നീ കഴിക്കാതെ നിന്റെ പണിക്കാർക്ക് നൽകി. എന്നോ നീ യമപുരിയിലേക്ക് വരുന്നുവോ അന്ന് നീ കൊടുത്ത ഒരട്ടയ്ക്ക് പകരം 1000 അട്ട ഞാൻ സമ്മാനമായി വെച്ചു. അതാണ് നിനക്കുള്ള ശിക്ഷ. ക്ഷമിക്കണം പ്രഭു, എനിക്ക് എന്റെ തെറ്റ് മനസ്സിലായി.
പ്രഭു ഇതിനെന്താണ് ഒരു പ്രതിവിധി? 1000 ആളുകളെ കൊണ്ട് നിന്നെപ്പറ്റി പരദൂഷണം പറയും. അങ്ങനെയാണേൽ നിന്റെ പാവം അവർക്ക് നിന്റെ മകളുടെ പ്രായമുള്ള ഒരു കുട്ടിയെ നീ ജോലിക്ക് വെക്കും. ബാക്കി കാര്യം അവർ നോക്കും. അതാ ചക്കൊക്കെ നല്ലവണ്ണം അരിഞ്ഞിടുവാ. മോളെ അച്ഛൻ നല്ല പഞ്ചാരയാണല്ലോ. പഞ്ചാര ആ അതൊന്നും നിനക്കറിയില്ല മോളെ. വാസുവേ അവിടെ കേശവ നമ്പൂരി. ആ കൊയ്ത്തന്നെ നടക്കട്ടെ നടക്കട്ടെ. നല്ല സുഖല്ലേ? വാസുവേ നമ്മുടെ കേശവ നമ്പൂരില്ലേ ആ പെണ്ണായിട്ടേ എന്തോ അതെ അവര് ഒന്നിച്ച് നടക്കുന്നുണ്ട്. ഭയങ്കര പ്രേമത്തിലാണ് ആദ്യം. അങ്ങനെ കേശവൻ നമ്പൂതിരിയും ആ പെൺകുട്ടിയും തമ്മിൽ നാട്ടുകാർ പല വിധത്തിൽ പരദൂഷണം പറഞ്ഞു തുടങ്ങി. 999 അട്ടകളും കഴിഞ്ഞ ശേഷം അവസാനത്തെ പരദൂഷണത്തിന്റെ ഫലമായി ആ പറയ യുവതിക്കും ആ ഒരു ബാക്കിയുള്ള അട്ടയും കിട്ടി. ഇപ്പൊ മനസ്സിലായി, ഒരാളെ കുറിച്ച് നമ്മൾ പരദൂഷണം പറഞ്ഞാൽ അവരെ പാവം നമുക്ക്